നമസ്കാരം. ഇന്ന് ഞാൻ വിങ്ക വിത്തുകൾ മുളപ്പിക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് പങ്കുവെക്കുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ജെർമിനേഷൻ കിട്ടിയ ഒരു ടെക്നിക്കാണിത്. ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് കൊക്കോപീറ്റ് കമ്പോസ്റ്റ് ആണ്. കൊക്കോപീറ്റിനെ കമ്പോസ്റ്റ് രൂപത്തിലേക്ക് ആക്കി മാറ്റിയതാണിത്. ഇതിൻ്റെ pH വളരെ നന്നായി ബാലൻസ് ചെയ്തിട്ടാണുള്ളത്. ഇതിൻ്റെ ഘടന വളരെ മൃദുവും പൊടി പോലെയും കറുപ്പ് നിറത്തിലുമാണ്. മീഡിയയിൽ ചെറിയ തോതിൽ വളവുമുണ്ട്. ആദ്യം നമുക്ക് കൊക്കോപീറ്റിനെ നന്നായി വെള്ളമൊഴിച്ച് നനയ്ക്കാം. ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഫുഡ് പാക്കിങ്ങിന് ഉപയോഗിക്കുന്ന അലൂമിനിയം ട്രേ ആണ്. ട്രേയുടെ 4 കോണുകളിലും നടുവിലുമായി ദ്വാരങ്ങൾ ഇട്ടിട്ടുണ്ട്. വെള്ളം നല്ല രീതിയിൽ വാർന്നു പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ട്രേ മുഴുവനായി നിറക്കാതെ പകുതി മാത്രം കൊക്കോപീറ്റ് ഇടുക. അതിനുശേഷം വെള്ളം വാർന്നു പോകുന്ന രീതി ഒന്ന് പരിശോധിക്കുക. നമുക്കിതിൽ ഇതുപോലൊരു സ്റ്റിക്ക് ഉപയോഗിച്ച് ലൈൻസ് ഇട്ട് കൊടുക്കാം. മുകളിലേക്ക് വന്നിരിക്കുന്ന കട്ടകൾ എടുത്തു മാറ്റാം. ഇവിടെ ഞാൻ പാകാനായി ഉപയോഗിച്ചിരിക്കുന്നത് നിർവാണയുടെ മിക്സഡ് സീഡാണ്. ഇത് നമുക്ക് ഓരോ ലൈനിലും ഒരുപോലെ ഇട്ടുകൊടുക്കാം. വിത്തുകൾ പാകിയതിനു ശേഷം നമുക്കൊരു സ്പ്രേയർ ഉപയോഗിച്ച് മൃദുവായി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ചെറിയൊരു പാളി കൊക്കോപീറ്റ് വിത്തുകളുടെ മുകളിൽ കവറാകും. അധികം മീഡിയിടരുത്, അത് തൈകൾ ചെയ്യാൻ കാരണമാകും. ഇനി നമുക്ക് ട്രേ ഒരു കവർ വെച്ച് നന്നായി അടച്ചു വയ്ക്കാം. ഇവിടെ ഞാൻ അലുമിനിയം ട്രേയുടെ കവർ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ശേഷം ഷെയ്ഡിലേക്ക് എടുത്തു വയ്ക്കാം. ഇത് 5 ദിവസത്തിന് ശേഷമുള്ള അപ്ഡേറ്റ് ആണ്. വിത്തുകളെല്ലാം മുളച്ചു തുടങ്ങി. വിത്തുകൾ മുളച്ചു കഴിഞ്ഞാൽ അതിന് ലൈറ്റ് ആവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് ഇനിയൊരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വെച്ച് ട്രേ അടച്ചു കൊടുക്കാം. ട്രേയുടെ എല്ലാ സൈഡും ഒരുപോലെ സീൽ ചെയ്ത് കൊടുക്കണം. ഇത് 10 ദിവസത്തിന് ശേഷമുള്ള അപ്ഡേറ്റ് ആണ്. തൈകൾക്കെല്ലാം ആദ്യത്തെ 2 ഇല വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഷീറ്റ് പൂർണ്ണമായും നീക്കി തൈകൾക്കെല്ലാം മിതമായ വെളിച്ചം കൊടുക്കാം. തൈകൾക്ക് നല്ല വളർച്ചയ്ക്ക് വെളിച്ചം അത്യാവശ്യമാണ്. അതുകൊണ്ട് തെളിച്ചമുള്ള തണലിലേക്ക് മാറ്റുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. നന്ദി.